ഈ വർഷം ഞാൻ എന്തായാലും ജിമ്മിൽ പോയി തുടങ്ങും. ഇതുപോലുള്ള ഡിസിഷൻസ് എടുത്തിട്ട് പോയി തുടങ്ങാത്ത ചിലരെങ്കിലും നമ്മളുടെ ഇടയിലുണ്ടാവും. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും തുടങ്ങാൻ പറ്റാത്തത്. എങ്ങനെ തുടങ്ങണം, അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ ഇത് രണ്ടും അല്ലാണ്ട് മടി കാരണം തുടങ്ങാത്തവരും ഉണ്ട്. ഞാൻ ജിമ്മിൽ അത്ര എക്സ്പേർട്ട് ഒന്നും അല്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് കാണിച്ചു. ഓരോ ദിവസവും 2 മസിൽസിന് വെച്ചിട്ട് വീക്കിൽ 5 ദിവസമാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാറ്. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഇരുന്നും കിടന്നും നിന്നിട്ടൊക്കെ നമുക്ക് ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യാം. ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോഴും 14 കൗണ്ടിൽ 3 സെറ്റുകളാണ് ഞാൻ എടുക്കാറ്. ഓരോ സെറ്റ് കഴിയുമ്പോഴും റെസ്റ്റ് എടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏത് മസിലിന് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ അതിന് ചെറിയൊരു കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് മനസ്സിലാവും. രണ്ടാമത് ഞാൻ ഇന്ന് ചെയ്യുന്നത് ട്രൈസ്. ഷോൾഡറിന്റെ തൊട്ട് താഴെയും ഹാൻഡ് എൽബോന്റെ നേരെ മുകളിലുള്ള ബാക്ക് സൈഡിലുള്ള മസിലിനെയാണ് നമ്മൾ ട്രൈസ് എന്ന് വിളിക്കുന്നത്. അതിനും ഇതുപോലെ തന്നെ 3 തരത്തിലുള്ള എക്സസൈസ് ചെയ്യും. നമ്മൾ പെൺപിള്ളേർക്ക് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്ന ഒരു സംഭവമാണ് വയർ. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഞാൻ ആപ്സിന് വർക്കൗട്ട് ചെയ്യുക. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മസിൽ കുറയണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയൊന്നും കുറയാൻ പോകുന്നില്ല. ഏറ്റവും ലാസ്റ്റാണ് ഈ വയറിലെ മസിൽസ് കുറയാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് ബോഡീനെ ഹൈഡ്രേറ്റ് ചെയ്യേണ്ടതും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ലാസ്റ്റിലുള്ള സ്ട്രെച്ചിങ്. ഏത് മസിലിനാണോ നമ്മൾ വർക്കൗട്ട് ചെയ്തത് ആ മസിലിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം സ്ട്രെച്ച് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ നല്ല വേദനയായിരിക്കും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഏത് വർക്കൗട്ടിന് മുന്നേ ആദ്യം വാമപ്പ് ചെയ്യണേ, പിന്നെ കുറച്ചു നേരം ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് നേരെ വീട്ടിലോട്ട് പോകും. ബാക്കി നാളെ.